ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കരിയർ ആഫ്റ്റർ BAMS എന്ന വിഷയത്തെക്കുറിച്ചാണ്. നീറ്റിന് ശേഷം BAMS എടുക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുന്നവർക്കും നിലവിൽ BAMS പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടിയാണ് ഈ വീഡിയോ. BAMS പഠനകാലത്ത് ഏതൊരു കുട്ടിയും കേൾക്കുന്ന കാര്യമാണ് MBBS പോലെ BAMSന് സ്കോപ്പ് ഇല്ല എന്നുള്ളത്. ഇത് സത്യമാണോ? നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, സ്റ്റാർട്ടിങ് യുവർ ഓൺ ക്ലിനിക്. എല്ലാ ഡോക്ടേഴ്സിനെയും പോലെ ആയുർവേദ ഡോക്ടർക്കും BAMSന് ശേഷം സ്വന്തമായി ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ 1-2 വർഷം സ്ട്രഗിൾ ചെയ്യുമെങ്കിലും ഇഫ് യു ഹാവ് സ്ട്രോങ് ക്ലിനിക്കൽ നോളജ് യു വിൽ ഹാവ് എ ബ്യൂട്ടിഫുൾ കരിയർ. എങ്ങനെയെന്നല്ലേ? ഒരു പേഷ്യൻറ്റിൽ നിന്നും കൺസൾട്ടേഷൻ ഫീ ആയി 300 rupees കണക്കാക്കിയാൽ ഏറ്റവും മിനിമം 3 പേര് ഒരു ദിവസം വന്നാൽ പെർ ഡേ 900 rupees, ദാറ്റ് ഈസ് 24,000 തൊട്ട് 30,000 രൂപ വരെ ആവറേജ് ഒരു ദിവസം ലഭിക്കും. സ്റ്റാർട്ടിംഗ് ഇതൊരു കുറഞ്ഞ തുകയായി തോന്നാം, കാരണം കൂലിപ്പണിക്ക് പോകുന്നവർക്ക് വരെ ഡെയിലി 1000 തൊട്ട് 1500 രൂപ വരെ കൂലിയുണ്ട്. ബട്ട് ഇഫ് യു ഹാവ് നോളജ് ആൻഡ് സ്കിൽ, ഡെയിലി പേഷ്യൻസ് എന്ന് പറയുന്നത് വരും വർഷങ്ങളിൽ 5 നിന്നും 50 ആക്കി ഉയർത്താൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സാലറി മോർ ദാൻ 1 lakh ആയിരിക്കും. നിങ്ങളിപ്പോൾ വിചാരിക്കാം എന്തൊരു തള്ളാണെന്ന്. ബട്ട് ദർ ആർ ആയുർവേദിക് ഡോക്ടേഴ്സ് ഹു കൺസൾട്ട് മോർ ദാൻ 50 പേഷ്യൻസ് ഇൻ എ ഡേ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഒരു ഗവൺമെൻറ് ജോലി. ഗവൺമെൻറ് സെക്ടറിൽ BAMSന് ശേഷം മെഡിക്കൽ ഓഫീസറായി ജോലിക്ക് കയറാം. കേരള ഗവൺമെൻറ് PSC വഴിയും സെൻട്രൽ ഗവൺമെൻറ് UPSC വഴിയുമാണ് സെലക്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിംഗ് സാലറി 50,000 rupees ആണ്. പിന്നീട് പ്രൊമോഷനിലൂടെ സാലറി മോർ ദാൻ 1 lakh rupees ആവും. ബട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജൂനിയർ ഡോക്ടറായി കയറിയാൽ സാലറി വളരെ കുറവാണ്. ഇനിയുള്ള ഓപ്ഷനാണ് PG. BAMSന് ശേഷം നിരവധി സ്പെഷ്യാലിറ്റീസിൽ PG ചെയ്യാം. MBBS പോലെ BAMSനും PGക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. സ്റ്റൈഫൻഡ് ഏറ്റവും കുറവ് കേരളത്തിലാണ്, അറൌണ്ട് 45,000 rupees. ബട്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ, ടിബിയ കോളേജ് ഇവിടെയൊക്കെ അഡ്മിഷൻ നേടിയാൽ 75,000 തൊട്ട് 1 lakh വരെയാണ് സ്റ്റൈഫൻ. അതായത് 3 വർഷത്തെ PG കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും സേവിങ്സായി ഒരു 30 lakhs കീശയിലുണ്ടാവും. PG മാത്രമല്ല, 3 വർഷം ചെലവാക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഡിപ്ലോമ കോഴ്സുകൾ ചെയ്യാം. സ്റ്റൈഫൻഡ് സെയിം ആണ്. അടുത്തതായി ചെയ്യാവുന്നതാണ് MSc ഇൻ അപ്ലൈഡ് ഹെൽത്ത് സയൻസസ് ലൈക്ക് MSW കോഴ്സസ് ഇൻ അബ്രോഡ്. അതല്ലെങ്കിൽ BAMSന് ശേഷം വ്യത്യസ്തമായി ചെയ്യാവുന്ന മറ്റൊരു കോഴ്സാണ് MBA ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓർ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. PG പഠിച്ചിട്ടും മതിയാവാത്തവർക്ക് PhD ചെയ്യാം. അതിനും സ്കോളർഷിപ്പും സ്റ്റൈഫൻഡുകളും ഉണ്ട്. ഇനി എല്ലാവരുടെയും മറ്റൊരു സംശയമാണ് അബ്രോഡായിട്ട് ആയുർവേദത്തിന് വല്ല സ്കോപ്പും ഉണ്ടോ എന്നുള്ളത്. USA, ജർമ്മനി, UK, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അവിടെയുള്ള ഹോസ്പിറ്റൽസിലേക്ക് ജോലി നോക്കുന്നതാണ് ബെറ്റർ. സ്വന്തമായിട്ട് പ്രാക്ടീസ് ആരംഭിച്ചാൽ ആദ്യത്തെ വർഷങ്ങളിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. പിന്നെ UAEയിൽ ആൻഡ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ആയുർവേദത്തിനോടുള്ള ഇൻട്രസ്റ്റ് കൂടി വരികയാണ്. സോ അവിടെ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ തുടങ്ങിയാലും അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഡോക്ടേഴ്സ് ഇന്ത്യക്കാർ മാത്രമായിരിക്കും. ഗവൺമെൻറ് സെക്ടറിൽ മെഡിക്കൽ ഓഫീസർ ജോലി മാത്രമല്ല ഉള്ളത്. ആയുർവേദത്തിൽ സ്വന്തമായി റിസർച്ച് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് റിസർച്ച് ഓഫീസറായി ജോലിയിൽ പ്രവേശിക്കാം. റിസർച്ച് ഓഫീസർ ആവാൻ BAMSന് ശേഷം PG ഉണ്ടായിരിക്കണം. സ്റ്റാർട്ടിംഗ് സാലറി 56,100 rupees മുതൽ 1,77,500 രൂപ വരെയാണ്. പിന്നെ പ്രൊമോഷനിലൂടെ B ഗ്രേഡ് സയൻറ്റിസ്റ്റ് ആവും, പിന്നെ C ഗ്രേഡ് ആൻഡ് ഫൈനലി D ഗ്രേഡ്. അപ്പോൾ നിങ്ങളുടെ സാലറി 78,800 rupees തൊട്ട് 2,09,200 rupees വരെ ആവും. പ്രൈവറ്റ് സെക്ടറിലും റിസർച്ച് ഓഫീസർ സ്റ്റാർട്ടിംഗ് സാലറി 50,000 ആണ്. BAMSന് ശേഷം ഇനിയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് കോളേജസിൽ പ്രൊഫസറായി ജോലിക്ക് കയറുക എന്നുള്ളതാണ്. പ്രൈവറ്റ് കോളേജിൽ ഗവൺമെൻറ് കോളേജുകളെ അപേക്ഷിച്ച് ഏകദേശം പകുതി സാലറിയാണുള്ളത്. ഗവൺമെൻറ് കോളേജിൽ ആദ്യം അസിസ്റ്റന്റ് പ്രൊഫസറായാണ് പോസ്റ്റിംഗ് ലഭിക്കുക.
അതിന് റെസ്പെക്റ്റീവ് ബ്രാഞ്ചിൽ നിന്നും PG നിർബന്ധമാണ്. സ്റ്റാർട്ടിംഗ് സാലറി 57,700 റുപ്പീസ് തൊട്ട് 98,000 റുപ്പീസ് വരെ ഉണ്ട്. പിന്നീട് 5 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം അസോസിയേറ്റ് പ്രൊഫസറായി പ്രൊമോട്ടാവും. സാലറി 1,31,400 റുപ്പീസ് തൊട്ട് 2,17,700 റുപ്പീസ് വരെയാണ്. ആഫ്റ്റർ 8 to 10 years of experience, you will be promoted as professor or head of department. അപ്പോൾ നിങ്ങളുടെ സാലറി ഏകദേശം 1,44,200 റുപ്പീസ് തൊട്ട് 2,18,200 റുപ്പീസ് വരെ ആയിരിക്കും. BAMSന് ശേഷമുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് അത്യാവശ്യം ക്യാപിറ്റൽ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമായി ഒരു ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഇന്ന് നാം പരസ്യങ്ങളിൽ കാണുന്ന മിക്ക പ്രൊഡക്ട്സും ഇതുപോലുള്ള സ്റ്റാർട്ടപ്പുകളാണ്. BAMSന് ശേഷം തെണ്ടിത്തിരിഞ്ഞ് നടക്കുമെന്ന് പറയുന്ന നിങ്ങളുടെ റിലേറ്റീവ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, BAMS എന്നത് +2 വരെ പഠിച്ച വിഷയങ്ങളിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ BAMS പഠനത്തിൽ ഇൻട്രസ്റ്റും ഡെഡിക്കേഷനും കാണിക്കാതെ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ആരും എത്തിപ്പെടില്ല.